ഈ അമ്പലത്തിൽ അന്നദാനമുണ്ട്. അന്നദാനം കിട്ടി നമ്മൾ വെറുതെ വിടുമല്ലോ. നല്ല പ്രസാദം. പനിയൊക്കെ മാറി. എനിക്കൊന്ന് ഇന്നലെ ആ ഒരു ദിവസം റെസ്റ്റ് എടുത്തുകൊണ്ട് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇന്നും നാളെയും കൂടെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നലെ റെസ്റ്റ് എടുത്തുകൊണ്ട് ഇന്നത്തെ ഇന്ന് ഓക്കെ ആയി. ഇന്ന് മിക്കവാറും പുതിയ ലാപ്ടോപ്പ് കിട്ടാൻ വഴിയുണ്ട്. ഇന്നലെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ ഞാൻ നേരത്തെ ഇറങ്ങിയത് കാരണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മിക്കവാറും ഇന്ന് കിട്ടും. അപ്പോൾ ഇറങ്ങട്ടെ, ലേറ്റായി. 10 മിനിറ്റ് ലേറ്റ്, അത് വലിയ പ്രശ്നമല്ല. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താണ്ട് ഈ അമ്പലത്തിൽ അന്നദാനമുണ്ട്. അന്നദാനം കിട്ടി നമ്മൾ വെറുതെ വിടുമല്ലോ. ഭാഗ്യത്തിനപ്പം അത് കഴിച്ച്. നല്ല പ്രസാദം. ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് തിരിച്ച് ഓഫീസിലെത്തി. ഇന്ന് ഇൻഡക്ഷൻ തന്നെയാണ്. നോക്കട്ടെ, വരാം. ഇറങ്ങി. ഇന്നിറങ്ങുമ്പം 2 ബാഗുണ്ട് കൂടെ. ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പിൽ നിന്ന് കിട്ടി. അപ്പോൾ ഓഫീസിലെ ലാപ്ടോപ്പ് ബാഗും പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബാഗും 2 എണ്ണം ഉണ്ട്. ഓക്കെ. എത്തി. 7:30 അയ്യോ, ഞാനൊന്ന് ബൈക്ക് നോക്കട്ടെ. കുട്ടപ്പനെ എടുത്തിട്ടൊരു 4 ദിവസമെങ്കിലും ആയി കാണും. ഞാൻ ആദ്യമായിട്ട് ഇത്രയും നാൾ ബൈക്ക് എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ആ ഫുള്ള് പൊടിയായി കേട്ടോ. എന്ത് പറ്റിയോടോ? അയ്യോ, വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട് എനിക്ക്. നാളെ ഓഫീസിലും പോകണം. അല്ല, നാളെ ഒന്ന് കൊണ്ട് കഴുകാമായിരുന്നു. ഇന്നെന്തായാലും ഞാൻ എടുത്ത് ഒരു റൗണ്ട് ഒന്ന് ഓടിക്കും. ഞാൻ എന്തായാലും ബൈക്ക് പൊടി പിടിച്ചിരിക്കുന്നതാണ് ഭയങ്കര ഒരു സങ്കടമാണ്. നാളെ ഇനി കഴുകാൻ പറ്റത്തില്ല. ഞായറാഴ്ചയെങ്കിലും ഒന്ന് കഴുകണം. ഞായറാഴ്ച വൈകിട്ടെങ്കിലും ഒന്ന് കഴുകണം. ഇപ്പം എന്തായാലും വൈകിട്ട് ഒരു റൗണ്ട് ഓടിച്ചിട്ട് വരാം. പുതിയ ബാഗ് കിട്ടി. പുതിയ ബാഗിൻ്റെ അകത്ത് ലാപ്ടോപ്പും ഉണ്ട്, ചാർജറും ഉണ്ട്. ലാപ്ടോപ്പ് കാണിച്ചു തരാം. ഡെല്ലിൻ്റെ ലാപ്ടോപ്പ്. അവന്മാർ പറഞ്ഞ് പുത്തനാണെന്ന്. പക്ഷേ ഇത് കണ്ടാലും അറിയാം ഉപയോഗിച്ചതാണെന്ന്. ബാഗിൻ്റെ അകത്തുനിന്ന് എന്തുമായിരുന്നു, എനിക്ക് ഇതിന് മുമ്പ് ഉപയോഗിച്ച ആളുടെ ബസ്സിലെ ടിക്കറ്റും പിന്നെ ഒരു പാൻ മസാലയുടെ പാക്കറ്റും കിട്ടി. എന്തുവാടാ ഇത്? എന്നിട്ടാണ് പറഞ്ഞ് ഉപയോഗിച്ചതല്ലെന്ന്. അതുപോലെ സമയങ്ങളെ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. അപ്പോൾ കുളിച്ചിട്ട് വന്ന് ഒന്നുമില്ല. എന്നപ്പോൾ ഞാൻ കഴിച്ചിട്ട് വണ്ടി ഒന്ന് തുടച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങനെ ഒന്ന് പോയിട്ട് ഞാൻ കിടക്കുവാണ്. അപ്പോൾ ഇത്ര വിശേഷങ്ങളേ ഉള്ളൂ ഇന്ന്. നാളെ ഇതേ സമയം കാണാം. ബൈ. എൻ്റെ വ്ലോഗ് അങ്ങനെ സംഭവ ബഹുലമായ വ്ലോഗ് അല്ലല്ലേ. ഓഫീസിൽ പോകുന്നു വരുന്നു, സംഭവബഹുലമാക്കാം. കുറച്ച് സമയം പയ്യെ സംഭവബഹുലമാക്കാം. ഇപ്പം തൽക്കാലം ഓഫീസിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, ആഹാരം കഴിക്കുന്നു, കിടക്കുന്നു. ശരിയാക്കാം.